സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ സമരം. ക്ഷേമ പെൻഷൻ ലഭിക്കാതെ ദുരിതത്തിലായ 92-കാരി പത്മാവതി അമ്മയും മകൾ 67-കാരി ഇന്ദിരയുമാണ് പ്രതിഷേധവുമായി എത്തിയത്. പാലക്കാട് അകത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മണിക്കൂറുകളോളം കട്ടിലിൽ കിടക്കുകയായിരുന്നു ഇരുവരും. എല്ലാ പ്രതീക്ഷയും നഷ്ടമായതോടെയാണ് 92-കാരി പത്മാവതിയും മകൾ 67-കാരി ഇന്ദിരയും തങ്ങളാൽ കഴിയും വിധം പ്രതിഷേധവുമായി എത്തിയത്. 6 മാസമായി ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ട് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം ലഭിക്കും വരെ അകത്തേത്തറ പഞ്ചായത്തിന് മുന്നിൽ കട്ടിലിൽ കിടക്കാനായിരുന്നു വയോധികരുടെ തീരുമാനം. അധികൃതരുടെ ഭാഗത്തുനിന്നും കരുണ പ്രതീക്ഷിച്ചെത്തിയ ഇവരെ പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല. അവധി ദിവസം ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും കൈയൊഴിഞ്ഞു. കടുത്ത ചൂടിൽ പ്രതിഷേധിക്കുന്ന വൃദ്ധരെ ഒന്ന് അനുനയിപ്പിക്കാൻ പോലും ഇവരാരും എത്തിയില്ല. ഭക്ഷണവും മരുന്നുമില്ലാത്ത വീട്ടിലേക്ക് തിരികെ പോകാൻ ഇവരും തയ്യാറായില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ആരും തരാനില്ല, പിന്നെന്താ ഞങ്ങൾ ചെയ്യാനി? എങ്ങനെ ജീവിക്കാതാ? ഇതെവിടെയാണ് ഈ കട? ഇതിലൊന്നുമില്ല. മാസങ്ങളായി ഒരു സാധനമില്ല. ഒരാളുടെ നിന്ന് കടം വാങ്ങിയാൽ കിട്ടില്ല. നിങ്ങൾ എപ്പോൾ തരുന്നാ ചോദിക്കണേ? ഒടുവിൽ BJP കൗൺസിലർമാരും പോലീസുമാണ് ഇരുവരെയും അനുനയിപ്പിച്ചത്. മരുന്നും ഭക്ഷണവും എത്തിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകിയപ്പോൾ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് അതുവരെക്കുള്ള മരുന്നോ ഭക്ഷണത്തിനോ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് ഏമാമ്പിക പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം വീട്ടിൽ പോവുകയാണ്. തിങ്കളാഴ്ച ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഞാനും അമ്മയും ഇവിടെ വന്ന് കിടക്കും. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയേ പറ്റൂ. തിങ്കളാഴ്ച വീണ്ടും പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് ഇവരുടെ തീരുമാനം. ക്ഷേമ പെൻഷൻ ലഭിക്കും വരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഈ നിസ്സഹായരായ അമ്മയുടെയും മകളുടെയും തീരുമാനം. നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.